അപ്പോൾ നമ്മൾ എന്നൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് പിന്നെ ഹണി മ്യൂസിയത്തിലോട്ടാണ്, വയനാട്ടിലുള്ള ഹണി മ്യൂസിയം. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതാണ് വയനാട് ഹണി മ്യൂസിയം. ടിക്കറ്റ് 30 രൂപയാണ് വരുന്നത്, ചിൽഡ്രൻസ് വരുന്നത് 20 രൂപ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹണി മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ തേൻ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ഹണി ശുദ്ധീകരിക്കുന്ന മെഷീൻസ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ വരുമ്പോൾ ഒരു ഗൈഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈഡ്സ് നമ്മളെ കൂടെ വരും. എന്നിട്ട് ഈ ഗൈഡ്സ് ആയിരിക്കും നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മളെ ഗൈഡ് ഈ തേൻ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് നേരെ പോകുന്നത് ഈ ഹണി മ്യൂസിയത്തിൻ്റെ മറ്റൊരു എൻട്രൻസിലോട്ടാണ്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതൊരു ഗുഹയുടെ രൂപത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ചെന്നാലും അകത്ത് ഗൈഡ്സ് ഉണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നത് കേട്ടോ. അപ്പം നമ്മളിതെല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം ചെല്ലുന്ന സ്ഥലം എന്ന് പറഞ്ഞത്, ഈ ഒരു എക്സിറ്റ് എന്ന് പറഞ്ഞത് പലതരത്തിലുള്ള തേനുകൾ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു സ്റ്റാള് പോലുള്ള ഒരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള തേന് വാങ്ങാൻ സാധിക്കും. അത് മാത്രമല്ല ഇവിടെ ഗൈഡ്സ് സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് എല്ലാ തരത്തിലുള്ള തേനും നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കൊടുത്തരും. അപ്പോൾ ഓരോ തേന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമ്പോഴും അവർ ആ തേൻ്റെ ഗുണങ്ങളും ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് കൂടെയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് തേനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് വേറെ എവിടെയല്ല, വയനാട്ടിലെ അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് സൂചിപ്പാറ വാട്ടർഫാൾസ്. അപ്പോൾ എന്തായാലും നമുക്ക് സൂചിപ്പാറ വാട്ടർഫാൾസിലോട്ട് യാത്ര തുടരാം. യെസ്, അപ്പോൾ നമ്മളങ്ങനെ സൂചിപ്പാറ വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കുരങ്ങന്മാരൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം, പിന്നെ അകത്തോട്ട് കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ടിക്കറ്റ് വരുന്നത് 150 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ അതുകൂടാതെ വണ്ടി പാർക്ക് ചെയ്യാനും കൂടെ ഇവിടെ ഫീ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് 150 എന്ന് പറയുമ്പോൾ നമ്മൾ വയനാട്ടിൽ മറ്റ് ടൂറിസ്റ്റ് പ്ലേസസൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. എന്തായാലും ബാക്കി ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് നടക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പകുതി ദൂരം നടന്നു കഴിയുമ്പോൾ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ വ്യൂ പോയിന്റ് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അത്യാവശ്യം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് കൂടെയാണ് ബാക്കി ഞങ്ങൾ നടന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മൾ എടുത്തെത്തുന്നതാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം. ഒരുപാട് ദൂരം ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഏകദേശം എടുത്തെത്തുന്നതാണ് തോന്നുന്നത്. നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഏകദേശം 2 കിലോമീറ്ററോളം നടന്നതിന് ശേഷം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. അതിൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഒരു ബ്രിഡ്ജിൽ. അപ്പോൾ ഇതുകൂടാതെ നമുക്ക് ഇതിൻ്റെ താഴോട്ട് കൂടെ ഇറങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാനുള്ള ഓപ്ഷൻസ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് വരാൻ പെർമിഷൻ ഉള്ളത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ വരെ പോകാൻ പറ്റില്ലെങ്കിലും ഈ ഒരു കയറ് കെട്ടിയിട്ടുള്ള ഭാഗം വരെയാണ് നമുക്ക് ഇറങ്ങാനും കുളിക്കാനൊക്കെ ഉള്ള പെർമിഷൻ ഉള്ളത്. അപ്പോൾ എന്തായാലും വയനാട്ടിലെ സൂചിപ്പാറ വെള്ളച്ചാട്ടം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര വീണ്ടും തിരിക്കുകയാണ് ഇവിടെ നിന്ന്. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വണ്ടി ഇട്ടിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള സ്ഥലത്തോട്ട് തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഈ ഒരു സൂചിപ്പാറ ആൻഡ് ഹണി മ്യൂസിയത്തിൻ്റെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.